ഞാൻ ശരണ്യ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് എൻ്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഉറക്കം വളരെ കുറവായിട്ടുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഡ്യൂട്ടി ടൈം ഞാൻ പറഞ്ഞിട്ടില്ലേ, രാവിലെ 9 മണി മുതൽ രാത്രി 11:30 വരെയാണ്. അപ്പോൾ ഈ 11:30 എന്നുള്ള ചിലപ്പോൾ ഞാൻ എടുത്താൽ 12 മണിയാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റേതായ കുറച്ച് സ്പേസ് വേണം. എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ 1 മണിയാവും, ചിലപ്പോൾ 1:30 ആവും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇപ്പം എത്ര മണിക്ക് കിടന്നാലും രാവിലെ നമുക്ക് എണീക്കണം. കാരണം കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അവർക്ക് രാവിലെ ട്യൂഷനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എണീക്കണം. അപ്പോൾ എൻ്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 4 മണിക്കൂർ 4.5 മണിക്കൂറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഉറക്കക്കുറവ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മെമ്മറീനെയാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മറന്നു. നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അയ്യോ അടുത്തെന്താ എഴുതാൻ പോകുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് ആ നിമിഷം നമ്മളങ്ങ് സ്റ്റക്കാവും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ ചിലപ്പോൾ നമ്മൾ ഒരു സാധനം വെച്ചാൽ പിന്നെ നമുക്ക് കുറേ നേരത്തേക്ക് അത് എവിടെയാണെന്ന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒരു നിമിഷം നമ്മളവിടെ സ്റ്റക്കായിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഉറക്കം കുറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ഒരു റിലാക്സേഷൻ കിട്ടില്ല. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അവരും ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. പിറ്റേ ദിവസം അവർക്ക് നന്നായിട്ട് ചിന്തിക്കാനുള്ള ഒരു പവറൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഉറക്കം കുറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും. നമുക്ക് പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഒരു എനർജി ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമായിരിക്കും. ചില സമയം നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ മുറിഞ്ഞു പോകും. നമുക്ക് ഭയങ്കരമായിട്ടൊരു ക്ഷീണം, ഒരു അലസതയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം ഉറക്കക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. അതായത് നമ്മൾ ഉറക്കം നന്നായിട്ട് കുറയുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് മാത്രമല്ല, പിന്നെ ഈ ഉറക്കം കുറയുന്നത് വെച്ചാൽ നമ്മൾ ഈ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാരണമൊക്കെ ഉണ്ടാവും. ഞാൻ ഈ പറയുന്നത് നമ്മൾ ഉറക്കം നന്നായിട്ട് കിട്ടാത്ത ആൾക്കാരുടെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ സമയം കിട്ടുമ്പോൾ നന്നായിട്ട് ഉറങ്ങുക. അത് മാത്രമല്ല, ഈ ജോലി തിരക്ക് കാരണം ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ടൈമിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റൊക്കെ കണ്ണടച്ച് കുറച്ച് റിലാക്സേഷൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനൊക്കെ കുറച്ചൊരു റിലാക്സേഷൻ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ നമ്മുടെ ബെഡിൽ നിന്ന് മാറ്റി വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ അനുഭവത്തിലുണ്ടായ കാര്യങ്ങളാണ്. കാരണം എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമാണ്. അതുപോലെ തന്നെ ഞാൻ തന്നെ ഒരു കാര്യം 10 വട്ടം ചോദിക്കാം, എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ അത് പേഴ്സണലായിട്ട് നമ്മുടെ ജോലീനെ അഫക്റ്റ് ചെയ്യും കേട്ടോ. കാരണം നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മുടെ പല കാര്യങ്ങളും അവിടെ പെൻഡിങ് വരും. നമുക്കൊരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉറക്കക്കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ശ്രദ്ധിക്കാൻ നോക്കുക. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാൻ നോക്കുക. മൊബൈൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ബെഡിൽ നിന്ന് മാറ്റി വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ പ്രധാനമായിട്ട് രാത്രി ചായ കുടിക്കുന്നത് ഒഴിവാക്കുക കേട്ടോ. ഞാൻ രാത്രി ചായ കുടിക്കാറുണ്ട്. എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും അങ്ങനെ പറ്റാറില്ല. കാരണം നമ്മൾ ഈ രാത്രി ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തലവേദന ഉണ്ടാവും. അപ്പോൾ ചായ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.